ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സാനീസ് കുസൈൻ. ഇന്ന് ഞാനൊരു തനി നാടൻ ഡിഷിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. തിലാപ്പിയ വാഴയിലയിൽ പൊള്ളിച്ചത്. തിലാപ്പിയ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഇതെന്ത് മീനാണെന്ന്. നമ്മുടെ സ്വന്തം പിലോപ്പിയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, നമുക്ക് ഇതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ 2 പിലോപ്പി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം വരഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇതൊന്ന് മസാലയിൽ പുരട്ടിയെടുക്കണം. അപ്പോൾ നമുക്കിത് ആദ്യമേ ഇതിൻ്റെ മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, 1 ചെറുനാരങ്ങയുടെ പകുതിയുടെ നീര്, ഇത്രയും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത്തിരി വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പുരട്ടാനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മീനിലേക്ക് ഇതൊന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് പുരട്ടി കൊടുക്കണം. ഇവിടെ ഞാൻ 2 മീനിലും മസാല നന്നായിട്ട് പുരട്ടി എടുത്തിട്ടുണ്ട്. ഇത് ഇനി ഒരു 30 മിനിറ്റ് ഒന്ന് സെറ്റാവാൻ വേണ്ടി വെക്കാം. ആ നേരം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഗ്രേവി പാർട്ട് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് ഗ്രൈൻഡ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കുന്നത്. 1 ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞിട്ട് കൊടുക്കാം. 5-6 വെളുത്തുള്ളി, 1 ടീസ്പൂൺ കുരുമുളക്, ആവശ്യത്തിന് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, മിക്സ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഇത്ര ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഈ ഒരു പാകത്തിന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ള സവാളയും ഉള്ളിയും എല്ലാം എന്തോരം വേണമെന്ന് നോക്കാം. ഇവിടെ ഞാനൊരു സവാളയാണ് എടുത്തിട്ടുള്ളത്. 1/4 കിലോ ഉള്ളിയും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളിയുടെ അളവ് കൂട്ടിക്കൊടുക്കാവുന്നതാണ്. ഉള്ളി കൂടുന്തോറും കറിക്ക് ടേസ്റ്റും കൂടും. ഇനി ഇതൊന്ന് ക്യൂബ് ഷേപ്പിൽ അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മുടെ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഭയങ്കരമായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യണ്ട, ഏകദേശം ഒന്ന് മൊരിഞ്ഞ് വന്നാൽ മാത്രം മതി. നമ്മുടെ മീൻ ഇപ്പം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. മീൻ ഫ്രൈ ചെയ്ത ഓയിലിൽ തന്നെ നമുക്ക് ഗ്രേവി തയ്യാറാക്കാം. അതിനായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും സവാളയും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വാടി വരണം. ഏകദേശം വാടി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 2 തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മസാല, അടിച്ചു വെച്ചിരുന്ന മസാലയില്ലേ, അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇവിടെ കളറൊക്കെ മാറി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊതിയാനായിട്ടുള്ള വാഴയില ഒന്ന് വാട്ടിയെടുക്കാം. ഞാനിവിടെ ഗ്യാസിൽ വെച്ചിട്ട് തന്നെയാണ് വാട്ടിയെടുക്കുന്നത്. ഇനി നമുക്ക് മീൻ എങ്ങനെയാണ് പൊതിയുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാനൊരു വലിയ കഷ്ണം വാഴയില എടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുക്കായിട്ട് ഒരു ചെറിയ കഷ്ണം വാഴയില കൂടി വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ടാണ് ഞാൻ മീൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് മീൻ അടിയിൽ പിടിക്കില്ല. ഞാൻ ആദ്യമായിട്ട് മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. മസാല നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ വെച്ച് കൊടുക്കാം. ഇനി മീനിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള മസാല കൂടി ഇട്ട് കൊടുക്കാം. മീൻ നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ വേണം മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു തണ്ട് കറിവേപ്പില വെച്ച് കൊടുക്കാം. 2 കഷ്ണം തക്കാളി വട്ടത്തിൽ അരിഞ്ഞത് വെച്ച് കൊടുക്കാം. ഒരു പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത് വെച്ച് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ടൈറ്റായിട്ട് പൊതിഞ്ഞെടുക്കാം. ഇതുപോലെ ഞാൻ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വാഴയുടെ നാര് വെച്ചിട്ട് 2 സൈഡും ഒന്ന് കെട്ടിയിട്ടുണ്ട്. ഇതുപോലെ അടുത്ത മീനും ഞാൻ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊള്ളിച്ചെടുക്കാം. ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഫസ്റ്റത്തെ പൊതി അതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇതിനി ഒരു 10 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇടാൻ മറക്കരുത്. 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് എടുത്തിട്ട് തിരിച്ചിട്ട് കൊടുക്കണം. ഏകദേശം 10 മിനിറ്റ് കഴിയുമ്പോൾ ഒരു 3 മിനിറ്റോളം ഒന്ന് തുറന്ന് വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്ത് മാറ്റിയിട്ട് അടുത്തതും കൂടി വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ തിലാപ്പിയ വാഴയിലയിൽ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അടിപൊളി, ഇതേ നല്ല ലുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മീനിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ട്. ഇതേ സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതും കൂടി പൊള്ളിച്ചതിന് ശേഷം ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തിലാപ്പിയ വാഴയിലയിൽ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സൈഡിലെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വെറൈറ്റി വീഡിയോ ആയി കാണുന്നത് വരെയും ടേക്ക് കെയർ ആൻഡ് സീ യു.